എല്ലാവരും ഓണം മൂഡിലല്ലേ? ഇന്ന് നമുക്കൊരു ചെറിയ ഓണം ക്രാഫ്റ്റ് വീഡിയോ ചെയ്താലോ? ഇന്നത്തെ കാലത്ത് ഓണത്തിന് വേണ്ടിയതെല്ലാം റെഡിമെയ്ഡായി കിട്ടുന്നുണ്ട്. സാരി, മുണ്ട്, അത്തപ്പൂക്കളം, എന്തിന് സദ്യ വരെ റെഡിമെയ്ഡായ കാലമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കൂടി ഒരു റെഡിമെയ്ഡ് സ്റ്റൈൽ അത്തപ്പൂക്കളം ചെയ്യണമെന്ന്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് പഴയ ഡൈനിങ് ടേബിളിൻ്റെ മാറ്റാണ്. അതിലൊരു കുട്ടി ഡിസൈന്. ഇതിൻ്റെ മെയിൻ ആൾക്കാർ ടിഷ്യൂ പേപ്പർ, ആക്രിലിക് പെയിൻറ്റ്, എംബ്രോയ്ഡറി ത്രെഡ്. ഞാൻ ആദ്യമായിട്ടാണ് അത്തപ്പൂക്കളം ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ ഞാനും ആകാംക്ഷയിലാണ്. കുറച്ച് യുണീക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് എംബ്രോയ്ഡറി വർക്കും കൂടി കൊടുത്തത്. ആദ്യം എളുപ്പമെന്നൊക്കെ എനിക്ക് തോന്നി, പക്ഷെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുട്ടി കുട്ടി പണികളൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നു. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബേസ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യേണ്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കീറുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എളുപ്പമല്ലായിരുന്നു. സമയം കൂടി ഒത്തിരി എടുത്തിട്ടുണ്ടായി. മുന്നോട്ട് പോയപ്പോൾ കൂടുതൽ ചലഞ്ചസ് വരുമോ എന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ശരിയാണ്, ചില ചലഞ്ചസൊക്കെ വന്നു പോയി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഫൈനൽ ഔട്ട്പുട്ട് സഹിതം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വരെ എൻ്റെ ചെറിയ ക്രാഫ്റ്റും ശ്രമവും എംബ്രോയ്ഡറി വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.